നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൈയടിക്കാൻ ഉത്സാഹത്തോടുകൂടി ധനശ്രീ കുടുംബശ്രീ ഫ്രം നോർത്ത് പാമ്പാടി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ ഈ എപ്പിസോഡിൽ ഇത് അടിച്ച് പൊളിക്കും. അങ്ങനെ പൊളിക്കണമെങ്കിൽ നമ്മുടെ ജഡ്ജസ് വരണം. ലെറ്റ്സ് വെൽക്കം അസീസിക്ക ആൻഡ് നസീറിക്ക. എനിക്കറിയാം ഷാജു ചേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ട്. നിങ്ങളുടെ മുഖത്തുണ്ട്. ഷാജു ചേട്ടൻ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം നമ്മളോടൊപ്പം എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അപ്പം സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾ തിരിച്ചുകൊണ്ട് നമ്മൾ ഒരാളെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. എന്റെ സ്വന്തം റിസ്കിൽ ഒറ്റ വിളിച്ചോളൂ. അവൻ എനിക്ക് വേണ്ടി പറന്നു വന്നു. ദുബായിൽ നിന്ന്. അപ്പൊ സായിപ്പായിരിക്കും. ദുബായിൽ എവിടെ സായിപ്പ്? ദുബായ് സായിപ്പില്ല. ദുബായ് ചെന്ന് നോക്ക്, എന്തോ സായിപ്പ്. ദുബായ് എന്ന് പറയുമ്പോ അവിടെ നിങ്ങൾ ഷെയ്ഖ് അറബി അങ്ങനെയൊക്കെ ആദ്യം പറയണ്ട. അതല്ലേ നാട്ടുകാർ. ഷെയ്ഖ് വന്നാൽ ഇവിടെ പറയുന്ന മലയാളം കോമഡികൾ പുള്ളിക്ക് മനസ്സിലാകത്തില്ല. അതാണ് അറബിക്ക് അറബി പറയും, ഇംഗ്ലീഷിന് പറയും, മലയാളത്തിന് മലയാളം പറയും, എന്തിന് കന്നഡ വരെ പറയും. അങ്ങനെ ആളെ ഇറക്കാൻ പോകുന്നത് അപ്പൊ ബംഗാളിയായിരിക്കും. ബംഗാളികളാണ്. ആള് വരുമ്പോഴത്തേനും നിങ്ങളിത് പറയണം. ഞാൻ വിളിച്ചുകൊണ്ട് പറയുമല്ല. നമ്മൾ എന്തുകൊണ്ടും ഈ ഫ്ലോറിൽ വന്ന് നിൽക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മനുഷ്യൻ ഗുരുസ്ഥാനത്ത് കാണുന്ന എന്റെ ചേട്ടൻ. നിന്റെ ഗുരുവോ? അല്ല, വിളിക്കട്ടെ. ദുബായ്ക്കാരൻ. വിളിക്കട്ടെ, ആരാന്ന് കാണാമല്ലോ. ലെറ്റ്സ് വെൽക്കം മലയാളികളുടെ സ്വന്തം ഫ്ലവേഴ്സ് ടിവിയുടെ സ്വന്തം മിഥുൻ രമേശ്. ചേട്ടാ, നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇത് മിഥുൻ നേരത്തെ വരുമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഓഡിയൻസ് വേണ്ടായിരുന്നു. അമ്മാതിരി ചിരിയോടെ എല്ലാവർക്കും കൂടി ചേർന്നിരിക്കാനുള്ള ആളുണ്ട്. ആങ്കറിംഗ് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഇത് കാണാൻ പറ്റുന്നത് ചേട്ടാ അതെ വലിയ സന്തോഷമാണത്. മലയാളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആങ്കറുടെ 25 വർഷങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. 25 years of മിഥുൻ ചേട്ടൻ. 25 വർഷം പ്രായം ആൾക്കാർ ചുമ്മാ ഞാനല്ല. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ആങ്കറിംഗ് ഇറങ്ങി തുടങ്ങിയത്? ഫസ്റ്റ് ഞാനൊരു ടെലിവിഷന്റെ സ്ക്രീനിൽ, അതായത് ഒരു ക്യാമറയുടെ മുമ്പിൽ ഒരു പോപ്പുലർ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് ആദ്യത്തെ ഏതെന്നറിയാമോ? ഇന്ന് ഫ്ലവേഴ്സ് ടിവിയുടെ നാഥനായിട്ടുള്ള ശ്രീകണ്ഠൻ സാറിന്റെ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഷോയിൽ ആദ്യമായി ഞാൻ ക്യാമറ ഫേസ് ചെയ്യുന്നത് അതിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഷോ ചെയ്യുന്നത് അന്ന് ഏഷ്യനെറ്റിൽ അദ്ദേഹം തന്നെ വിളിച്ചത് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോ ആണ്. ആ ഷോ നടക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പാണ് ഇതിന്റെ രണ്ടിന്റെയും പേപ്പർ കട്ടിങ് അയച്ചു കൊടുത്താണ് ഞാൻ ഫാസിൽ സാറിന് ഇന്ന് ചാൻസ് വാങ്ങിച്ചത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിൽ. അങ്ങനെ 2000 തൊട്ട് സിനിമയിലുണ്ട്. ഇതിനിടയ്ക്ക് ഗൾഫിൽ പോയതുകൊണ്ട് സിനിമകളായി ആങ്കർ, അതിന്റെ ഇടയ്ക്ക് ആർജയിങ്. എന്റെ അടുത്ത് ആര് ചോദിച്ചാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നിപ്പോ ഈ ജീവ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാരണം ഒരു ഷോ ആണ്. ആ ഷോയിന്റെ പേര് ഫ്ലവേഴ്സ് ടിവി കൊണ്ടുവന്ന കോമഡി ഉത്സവമാണ്. ആ ഷോ കാരണമാണ് ഇപ്പൊ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോ ഇങ്ങനെ പറയുന്നതൊക്കെ ക്ലെയിം ചെയ്യാൻ പോലും പറ്റുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. ഞാനൊക്കെ പണ്ട് മിഥുന്റെ കൂടെ പണ്ട് സീരിയലിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഓരോന്നിന്റെ ഓരോരുത്തരുടെയും കഥ വേണം ഞാൻ പറഞ്ഞത്. നിങ്ങൾ പണ്ട് മല്ലികാന്റിയെ കാണാനായിട്ട് വീട്ടിൽ വരുന്ന ഓർമ്മയുണ്ട്. പൃഥ്വിരാജിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഓർമ്മയുണ്ട്. അന്ന് ഞാന് രാജു, ഇന്ദ്രൻ, നമ്മൾ 3 പേരായിരിക്കും അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നിങ്ങൾ വരും. ചേച്ചി അവിടെ മറ്റേ 2 പോസ്റ്റർ നമുക്ക് ഇറങ്ങണം, ഓർക്കുണ്ടത്? ഫാൻസ് അസോസിയേഷന്റെ ശരിക്കും പൃഥ്വിയുടെ ഫാൻസ് അസോസിയേഷന്റെ തുടക്കം എന്റെ മാമന്റെ മോനും രണ്ടാമത്തെ അംഗം ഞാനായിരുന്നു. ഫാൻസ് അസോസിയേഷനിൽ ഫസ്റ്റ് തുടക്കം അതിന്റെ മാവേലിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും അപ്പൊ നമ്മൾ ഒരു അച്ഛനെ വീണ് കിടക്കുന്ന പ്രസിഡന്റ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം ഇവിടെ നിന്ന് അടിച്ചു പൊളി. പിന്നല്ലാതെ ആഘോഷിക്കാനല്ലേ വന്നേക്കുന്നത്? ഉറപ്പായിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഡിലേക്ക് മറ്റേ 25 അത് നമ്മൾ എനിക്ക് ആഘോഷിക്കും. അത് അത്രേ ഉള്ളൂ. ആഘോഷമൊക്കെ തുടങ്ങാൻ പോകും. ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു പ്ലാൻ ഉണ്ടെന്ന് 3 പേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ 3 പേര് റെഡി ആണെങ്കിൽ 3 ഐറ്റങ്ങൾ പുറത്ത് പോട്ട് വിളിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കിടിലൻ ടീം. ലെറ്റ്സ് വെൽക്കം കിഷോർ ഏട്ടൻ, സജി ചേട്ടൻ ആൻഡ് ബിജു ചേട്ടൻ. നമസ്കാരം. നമുക്ക് എക്സ്ട്രാ ഒരാളുണ്ട്, മിഥുൻ ചേട്ടൻ. ചേട്ടാ പറയൂ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ. അറിയാം. ഇപ്പൊ ഇവിടെ ഇടക്കിടയ്ക്ക് ഇത് കാണുന്നതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എല്ലാരും
ഗംഭീരമായിട്ട് തന്നെ പോട്ടെ. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? ഓക്കെ. ഓക്കെ, ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെ. അങ്ങനെ മാസങ്ങളോളം പ്രയത്നത്തിന്റെ ഫലമായിട്ട് തലവേദനയ്ക്കുള്ള ഒറ്റമൂലി മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ ബാബാനെ, ഇത് ചെയ്യാൻ തുടങ്ങി അന്ന് പോലെ തുടങ്ങിയ തലവേദനയാണ്. ഇതേവരെ ഒരു കുറവുമില്ല. വിക്സ് എവിടെ അതിന്? നീ ഇതേ വല്ല മാർഗമുള്ളു, അല്ലാതെ ആശ്വാസമായേ. വൈദ്യരെ, ഓ, ഉത്രത്തി കല്ല് മാറ്റുവോ? അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണാ ഞാൻ. ആണാ? ആ. എനിക്ക് പിന്നെ പെട്ടെന്ന് നമ്മുടെ ജംഗ്ഷനിലോട്ട് വാ. എന്തിന്? ഒരുത്ത മൂത്രമൊഴിച്ചതിന്റെ പുറത്ത് കല്ലുകൊണ്ട് ഇറക്കിയേക്കുന്നു, അന്ന് പറക്കി മാറ്റി. വായി പറഞ്ഞ ഞാൻ വിളിച്ചു പറയും കേട്ടോ. വൈദ്യന്മാരെ കളിയാക്കല്ലും ഞങ്ങൾക്ക് അനുഭവിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിടന്ന് വിളിക്കാതെ. ഹലോ. തന്നെ 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 യേശുദാസ്, MG ശ്രീകുമാർ, ചിത്ര, ഇവരെയൊക്കെ ശബ്ദത്തിൽ പാടാൻ കൊടുക്കുന്ന മരുന്ന് ഞാനേ കൊടുക്കത്തുള്ളൂ. എടാ, യേശുദാസ് പോലും എൻ്റെ വീട്ടിൽ വന്നിരുന്ന് കാല് പിടിച്ചിട്ടാണ് യേശുദാസിന്റെ ശബ്ദത്തിൽ പാടാനായിട്ട് ഞാൻ യേശുദാസിന് മരുന്ന് കൊടുക്കുന്നത്. അല്ല, യേശുദാസ് വീട്ടിൽ ഈച്ച അടിച്ചിരുന്നതിനായിരുന്നു. ആ, ഇനി നേരെ പറഞ്ഞ വീട്ടിൽ വെച്ചു. ഓക്കെ, ഓ. അല്ല, എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലണ്ണ. വ്ളാത്തക്കോഴി. വ്ളാത്തക്കോഴിയായിരുന്നു. ഇതാ, ഈ 4 ചുവരുകളോട് ചോദിച്ചാലും പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. അണ്ണാ, അത് പിന്നെ ആ കൊച്ചു മുണ്ട് കൊടുത്ത് തോളിൽ തോർത്തു വിട്ട് കുറിയിട്ടിരിക്കുന്ന പുള്ളി അല്ല, ആരാണെന്ന് ആര് ഇല്ല പറയില്ലണ്ണ. അതെ, ഈ നിൽക്കുന്നില്ല, തോർത്തു കൊടുത്ത് നെറ്റി കുറിയിട്ടിരിക്കുക പുള്ളി ആരാണെന്ന് അറിയാവോ? പറയില്ലണ്ണ. ആ, ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. ഇനിയിപ്പൊ നീ ചോദിച്ചു. അതെ, ഈ വെള്ളമുണ്ട്. എന്താണ് കാണിക്കുന്നത്? അതെ, ഞങ്ങൾ ഈ ചുവരിനോടൊക്കെ ചോദിച്ചിട്ടേ നിങ്ങൾ ആരാണെന്ന് വാ തുറന്ന് പറയുന്നില്ല. ഇപ്പൊ ചെവി കേൾക്കാത്തോണ്ടാണ്. അവിടുന്ന് പ്രാന്തന്മാർ നേരെ വെളുത്ത് വന്നില്ലേ? നീ എന്നെ വരയമ്പുലിയുടെ കൂട്ടിലാ കൊണ്ടുവന്നു. വരയമ്പുലിയാ? പോയടാ. എടാ, പട്ടി മാന്തി അടുത്ത് ഓയിൽമെന്റ് ഇട്ടേക്ക് വേണം. അയ്യോ, പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. സത്യം പറയാലോ, ഈ പട്ടികളെ കൊണ്ട് വലിയ ശല്യമാണ്. പട്ടികളെ മൊത്തം ബന്ധീകരണം ചെയ്യണം. ഞാൻ ബന്ധീകരണം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് എന്നല്ലേ, ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ 6 പെമ്മക്കളും 4 ആമക്കളും റോട്ടിൽ കൂടെ പോയപ്പോ ഈ പട്ടി കടിച്ച് ചണ്ട പിന്നാക്കി കളഞ്ഞു. ഈ പട്ടികളെ ബന്ധീകരണം ചെയ്യണം. എത്ര മക്കള്? 6 4 10. അപ്പൊ ബന്ധീകരണം ചെയ്യേണ്ട പട്ടിയല്ല. ഈ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു ചെറിയൊരു സംശയം. പുള്ളിക്ക് എന്തിനും ഒരു സംശയമുണ്ട് കേട്ടാ. അല്ല, സംശയം ചോദിക്കുന്ന നല്ലതാ. കാര്യം നമ്മൾ അറിവ് വെച്ചോണ്ട് അറിവ് പകർന്നു കൊടുക്കാന്നുള്ളതാണല്ലോ. ചോദിച്ചോട്ടാ, ഈ പട്ടികളെ ഈ മൂത്രം ഒഴിക്കുമ്പോ ഒരു കാലിങ്ങനെ പൊക്കിട്ടെ മതിലിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പെടുക്കൂലേ? അതെന്തിനത്? ഞാൻ പറഞ്ഞു. പണ്ട് ഈ പട്ടിയുടെ മുതുമുത്തച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടി ഒരു വലിയ മതിലിനടുത്ത് വന്ന് മൂത്രം ഒഴിച്ചു. ഈ മൂത്രത്തിന്റെ ശക്തിയിൽ മതിലിടിഞ്ഞ് പട്ടിയുടെ മണ്ട വീണ് ഈ വലിയ മുതുമുത്തച്ഛൻ പട്ടി അങ്ങ് ചത്തു. അതിനുശേഷമാണ് ബാക്കിയുള്ള പട്ടികള് പിറത്ത് മതിലിടിഞ്ഞ് വീടായിരിക്കാൻ കാലിങ്ങനെ പൊക്കി കൊടുത്ത് മൂത്രം ഒഴിക്കുന്നത്. ഒരു സപ്പോർട്ട്. നിന്റെ അസുഖം മാറിയാടാ? നിനക്ക് സംശയം മാറിയല്ല? സംശയം മാറിയല്ലേ? 2 എണ്ണം ഇറങ്ങിക്കണം. നേരം പെടുത്ത് ഒരുപാട് പണിയുള്ളപ്പോഴാ പട്ടിയെ ഇങ്ങനെ വട്ട കണ്ട സ്ഥലം മാറിയില്ല. പിന്നെ നമ്മൾ വന്ന എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ലല്ലോ. അണ്ണന് കച്ചേരിക്ക് പാടി 1ാം സമ്മാനം കിട്ടണ്ടേ? അണ്ണന്റെ തൊണ്ടയിലെ അടപ്പ് മാറ്റണ്ടേ? കറക്റ്റ് സ്ഥലം തന്നെ. വൈദ്യരെ, വൈദ്യരെ പോയില്ലേ? അല്ല, ഞങ്ങൾ അടപ്പ് മാറ്റാൻ വന്നതാ. ഇത് വന്നപ്പോ ആദ്യം പറയണ്ടായിരുന്നു അടുക്കള സൈഡിലോട്ട് ചെല്ല്. അവിടെയാണ് 2 കക്കൂസിന്റെ അടപ്പിളയെ കിടക്കുന്നത്. അത് 2 മാറ്റിയിട്ട് വന്നാൽ മതി. അതല്ല, പിന്നെ എന്റെ അണ്ണന്റെ തൊണ്ടയിൽ അടപ്പ് മാറ്റണമെന്ന്. അയ്യോ, ഏത് കുപ്പിയുടെ അടപ്പെടുത്ത് വിഴുങ്ങിയത്? അയ്യോ, അങ്ങനെ അല്ല. എന്റെ തൊണ്ട ഇവിടെ മുതൽ ഇവിടം വരെ അടഞ്ഞിരിക്കുക, ഒരാഴ്ചയായിട്ട് തുറക്കുന്നില്ല. അത് ഹർത്താലാ. പിന്നെ മാറിക്കോളും. എടാ, നീ അല്ലേടാ പറഞ്ഞ ഇവിടെ വന്ന് രാധ കോരി അടപ്പ് തുറക്കുന്നു. പിന്നെ രാധ കോരുന്ന പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നല്ലോ. ഏത് രാധ? രാധ. ദൈവമേ, എനിക്ക് പോയ ശമ്പളം ഞാൻ കൊടുക്കുന്നില്ല. അല്ല, മറ്റേ ഈ തലയിലൊക്കെ കെട്ടിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് എണ്ണ ഇങ്ങനെ അയ്യോ, ധാര. കുഴപ്പമില്ല, രാധയ്ക്ക് പോയ താര കോരിയാലും മതി. ഏവള് കോരിയാലും എന്റെ അടപ്പങ്ങ് തുറന്നു കിട്ടിയ. ആര് കോരിയാലും അണ്ണന് തുറന്നു കിട്ടിയാൽ നീണ ആരെന്ന് വിചാരിച്ചാണ് കളിയാക്കിയത്? സംഗീത ശിരോമണിയാണ് കേരളത്തിലെ. കച്ചേരിക്കൊക്കെ പോകുമ്പോ
എവിടുന്നെല്ലാം മാച്ച് കെട്ടിയിരിക്കുന്നു. അതല്ല എവിടുന്നല്ല അവാർഡ് മാച്ച് ഇപ്പം ദേ ഇങ്ങോട്ട് വന്നപ്പോ കിട്ടിയ ഒരു അവാർഡാണ് ഇതാണ്ട് ഇത്. എവിടുന്ന്? നിങ്ങളത് എന്താന്ന് അറിഞ്ഞൂടാ എങ്ങനെ സംസാരിച്ചത്? എന്താന്ന്? ഈ മനുഷ്യനെ താട്ടിക്കെട്ടി സംസാരിച്ചാ ഇതിന്റെ വില എന്താണെന്നറിയാം, ഇതിന്റെ മഹത്വം എന്താണെന്നറിയാം നിങ്ങക്ക്? ഇതിന്റെയോ? എടാ കുഞ്ഞുനാൾ പോലെ കാണാൻ തുടങ്ങിയ ഞാൻ ഇത് കേട്ടോ. ഇതിനെക്കുറിച്ച് നീ എന്നെ പഠിപ്പിക്കരുത്. 10 തവണ ഞാൻ കൂടുതൽ ഉണ്ടാ ബാറില് മദ്യം അളന്നു കൊടുക്കുന്ന സാധനം എനിക്കറിയത്തില്ലേ അതല്ലേ? അല്ല അതങ്ങനല്ലേ അത്? ഇതിന്റെ അളവൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ? ഞാൻ കുപ്പി കൊണ്ടെടുക്കും, ഒരടി അടിക്കും, തിരുക്കും, ഒഴിക്കും, എരിഞ്ഞങ്ങ് ഇറങ്ങിപ്പോവും. ഈ എരിഞ്ഞിറങ്ങിയതിന്റെ പാടാണ് ഈ കാണുന്നത്. അതല്ല, പിന്നെ? അതൊരു വലിയ കഥയാ. ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലേ, ഇരി. സ്കൂൾ കലോത്സവത്തിന് ഞാൻ മാർക്കിടാൻ വേണ്ടി പോയി. ചെന്നിറങ്ങിയപ്പോ എന്തൊരു വെയിലും ചൂടും. സംഘാടകരെ സമ്മതിക്കണം കേട്ടാ. എന്ത് പറ്റി? അവര് മുറ്റത്തൊരു വലിയ കുട അങ്ങോട്ട് ഞാൻ ചെന്ന് അതിന്റെ അടിയിലങ്ങ് കയറി. പിന്നെ കീചക വധമാണോ ബാലി വധമാണോ എന്താന്ന് എനിക്ക് അറിയാൻ വയ്യോ. എന്റെ അണ്ണൻ ചെന്ന് കയറിയതേ കൊടയുടെ അടിയിലല്ല. ഒരു ചെറുക്കൻ കഥകളിക്ക് മത്സരത്തിന് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവന്റെ പാവാടയുടെ അടിയിലല്ലേ ചെന്ന് കയറി കൊടുത്തത്. പിന്നെ ആഴ്ചയാണ് എടുക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഇവിടെ അച്ചാർ വെക്കൂടെ? അച്ചാർ വെക്കോ, കുപ്പി ഇട്ട് വെച്ചേക്കുന്നത്. ഓ MG ശ്രീകുമാറിന്റെ എടാ ഇത് അച്ചാറല്ല, പിന്നെ? ഇതല്ലേ എന്റെ സ്പെഷ്യൽ ഇവിടെ. എന്തുവാണ്? എടാ ഈ ഇരിക്കുന്നവരുടെ ശബ്ദത്തിൽ ഇതിനൊരു അല്പം രസായനം വാരി നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ പാടാൻ പറ്റും. അയ്യോ ഞാൻ ആദ്യമായിട്ട് വെക്കുക രസായനം വായിൽ വെച്ച യേശുദാസിന്റെ MG ശ്രീകുമാറിന്റെ സ്വരത്തിലൊക്കെ പാടുന്നു. ചുമ്മാ കള്ളം പറയുന്നത്. തട്ടിപ്പല്ലേ? അതന്നെ. നിങ്ങൾക്ക് ഇത് ഇരിക്കുന്ന ആരെ ശബ്ദത്തിൽ പാടണം പറ. പറഞ്ഞ പാടുവോ? റിമി ടോമി. റിമി ടോമി. ചുമ്മാ പറ്റിപ്പ്. റിമി ടോമി കത്തോണേ ചുമ്മാ ഇത് കൊള്ളാടാ. ഈ ഒരു ദേശം 3 ഉണ്ട് ഗുണം. നടുവും ചെയ്യാം, പാടുകയും ചെയ്യാം, ക്രിമിയടിയും മാറും. നിന്റെ അതെ. പിന്നെ ഗ്യാസ് കുറ്റി ഉണ്ടോ? ഗ്യാസ് ഞാൻ ഒഴിച്ചു വെച്ചേക്കുവാ. ഭയങ്കര വില ഗ്യാസിന്. അപ്പൊ ഞാൻ അടുക്കളയിൽ അടുപ്പിലാ കത്തിക്കുന്നത്. അയ്യോ അതല്ല, മറ്റേടാ ഇല്ലേ തലയിൽ തുണിയെ കെട്ടിട്ട് ഞാനും കളിയാ ഇതൊക്കെ. കൊള്ളാടാ, സൂപ്പർ. ഇത് കഴിച്ചാ മതി. അതാകുമ്പോ എല്ലാ ജില്ലയിലും പോയി പാടാം. എല്ലാ ജില്ലയിലും പാടാം, കുഴപ്പമില്ല. അണ്ണനെ കൊണ്ട് ഭക്തിഗാനം പാടിപ്പിക്കാൻ വേണ്ടി യേശുദേവന്റെ ശബ്ദത്തിൽ. യേശുദേവനോ? നടക്കാത്ത കാര്യം പറയാലോ സഹോദരന്റെ ശബ്ദത്തിൽ പാടണുണ്ട്. എവിടെ അങ്ങറ്റത്തിരിക്കുന്നു? മാർക്കോസ്. മാർക്കോസ് ആയിരുന്നു. അല്ലാതെ വന്നോടനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എടാ ഈ മരുന്നൊക്കെ കഴിച്ചിരുന്ന സിനിമയെ പാടാൻ അറിയാവോ? അയ്യോ എന്നെ തമിഴിൽ നിന്ന് സ്ഥിരം വിളിക്കുന്നുണ്ട്. അത് പാടാനായിരിക്കത്തില്ല. അണ്ണാച്ചി മരുന്ന് പലിശക്കെടുത്ത പൈസ കൊടുക്കാത്തോണ്ടാ. അല്ല വീട്ടുകാർ വെട്ടുപോമാര് വന്നപ്പോ തൊട്ട് അണ്ണനെ കളിയാക്കാണ്. അങ്ങനെ കളിയാക്കരുത്. എന്തുമാത്രം പറയും എന്തുമാത്രം വിദേശ പ്രോഗ്രാം എന്നറിയാ അണ്ണന് വന്ന് ഇങ്ങനെ നിക്കണത്. പോവാത്തെ? പാസ്പോർട്ട് ഇല്ലെന്ന്. പാസ്പോർട്ട് ഇല്ലാതെ ഗൾഫിൽ പോകാൻ പറ്റും? പോവാടാ. നീ അല്ലേ പറഞ്ഞ പാസ്പോർട്ട് ഇല്ലാതെ ഗൾഫിൽ പോകാൻ പറ്റൂലെന്ന്? അങ്ങനെ പറഞ്ഞല്ലേ പോവാന്ന്. നിങ്ങൾ നാളെ ഫ്രീ ആണോ? ഫ്രീയാ. അങ്ങനെ നാളെ ഒരു 5:30 മണിയാകുമ്പോഴേ നേരെ വിഴിഞ്ഞം കടപ്പുറത്ത് വരണം. കപ്പല്ല പോണത്? അവിടെ 6 10 ഒരു കൊമ്പസ്രാവ് പോകുന്നുണ്ട്. അതിന്റെ മേലെ കയറി ഇരുന്ന അവധി പൂനെക്ക് തട്ടി കൊടുത്താൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ അറബി എടുത്ത് ഉണ്ടാക്കും. പ്രാന്താടാ. വൈദ്യരെ തമാശ കളഞ്ഞാണ്. എന്തോ തമാശ കളയായി? തമാശ കളയുന്നത് പണ്ട്. ഇപ്പൊ തമാശക്ക് 1000 രൂപയുണ്ട്. അതല്ല, സംഗീതത്തെ നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കരുത്. എന്താ അവഹേളിച്ച്? സംഗീതത്തെ കുറിച്ച് താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാനും കൊച്ചുനാളിൽ കുറെ സംഗീതം പഠിച്ചതാ. എന്തോ പഠിച്ചത്? എന്താ പഠിച്ചോ? എനിക്കൊരു കാര്യം ചെയ്യും. ഞാനൊരു വരി അങ്ങോട്ട് പാടിത്തരാം. ആരോഹണം അവരോഹണം തന്നെ എനിക്ക് പാടാൻ പറ്റുമോ? നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്കിൽ നോക്കാം. അങ്ങോട്ട് ചാഞ്ചാടുണ്ണിച്ചരിഞ്ഞാട് ഫ്ലാറ്റ് ആയിട്ട് പാടിയിട്ട് അങ്ങനല്ല. ആരോഹണം അവരോഹണം ശരിയാവണം. നോക്കോ. ചാഞ്ചാടുണ്ണിച്ചരിഞ്ഞാട് എന്റെ പൊന്നു വൈദ്യരെ, ചാഞ്ചാ മേളിലും ഡുണ്ടി താഴെയും. ഇന്നത്തെ പരിപാടി നടക്കൂല. ദാമുവിന്റെ നിക്കർ 7 അടി പൊക്കി സ്റ്റേജ് മുഴുവൻ ഇടിഞ്ഞു വീണു. നോക്കട്ടെ, കരയാതെ ഞാൻ നോക്കട്ടെ. അരമണ്ട അടിച്ചാൻ പൊട്ടിക്കും. ദാമുവിന്റെ നിക്കറല്ല, ഡാമിന്റെ ഷട്ടർ 7 അടി പൊക്കി സ്റ്റേജിനകത്ത് വെള്ളം കയറിയെന്ന പറ്റി കൊടുക്കാം. അതിന് ഒരു ദിവസം ഞാൻ ദേശവാസി കുറച്ച് പാട്ട്. സൂര്യ ബാറല്ലേ പെഗ്ഗെടുത്ത് അങ്ങോട്ട് അണ്ണാക്കി തള്ള.
ഇത് അങ്ങനൊന്നും പാടാൻ പറ്റത്തില്ല. പിന്നെ? ശരീരശുദ്ധി വരുത്തണം, തൊണ്ട ശുദ്ധി വരുത്തണം, എന്നിട്ടേ പറ്റത്തുള്ളൂ. ഇനി ഒന്നേ ഒരു 101 നാരങ്ങ വേണം. അയ്യോ എന്റെ അണ്ണൻ അച്ചാറിടാൻ പോണം. അയ്യേ, എന്നെ അച്ചാറിടല്ലേ? അച്ചാറിട്ടാലും കുഴപ്പമില്ല, വിനാഗിരിയും കാന്താരി മുളകും ചേർക്കരുത്. എന്റെ കണ്ണും മൂക്കൊക്കെ എരിയേ. എടാ അതല്ലെന്ന്. പിന്നെ? എടാ 101 നാരങ്ങയുടെ ചാറെടുത്ത് അതിൽ മഞ്ഞൾ പുരട്ടി തേച്ച് വേഗമാസകലം തേച്ച് പിടിപ്പിച്ച് 22 മണിക്കൂർ വെയിലത്ത് നിർത്തണം. ഇത്ര കഷ്ടപ്പെടുന്നത് കുക്കറിനകത്ത് കയറ്റി ഇരുത്തി ഒരു 4 വിസിലടിച്ച് പുഴുങ്ങി ഇറക്കിയാ പുഴുങ്ങിയെടുക്കാൻ എന്താ കപ്പയോ? എന്നെയാ? വൈദ്യര മരുന്ന് കൊടുക്കാനുള്ള ഏർപ്പാടി. മരുന്ന് കൊടുക്ക. ഒരു കാര്യം ചെയ്യ്. അപ്പൊ പിന്നെ നമുക്ക് ആവി പിടിക്കാം. ഓക്കേ. ആവിയുടെ സാധനം കസ്തൂരി തൈലമിട്ടു വരി തെറ്റി തെറ്റി. കസ്തൂരി തൈലം ഇട്ടെന്നല്ല, കസ്തൂരി തൈലമിട്ട്. കസ്തൂരി ആയാലും കൊട്ടൻ ചുക്കായാലും ഷർട്ടൂര ഇടാൻ പറ്റൂ? പറ്റത്തില്ലല്ലോ. അത് ശരിയാ. ഞാൻ പാടിയതാ ശരി. എടാ, നമുക്ക് ഇത്രയും നാളും പാടിയ തെറ്റിയാ. അണ്ണൊന്ന് പാടിക്കാണ്. ഷർട്ടൂരി തൈലമിട്ട് മുഖം മീനുക്കി. അങ്ങനെ വേണം അങ്ങനെ പാടത്തോളൂ. എത്രയായാലും ശരി, അങ്ങനെ പാടണം. ആവി പിടിച്ചിട്ട് തൊണ്ട ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ. എന്തോടാ ഇതിനകത്ത് വായി വെച്ചത്? എടുത്ത് അത് ശരി. അതെ, ഇതുപോലത്തെ തിളച്ച വെള്ളത്തിലാണ് എന്റെ അണ്ണൻ ആവി കൊടുക്കാൻ പോണത്. പിന്നെ തടുത്ത വെള്ളത്തിൽ മുക്കാ. അത് പെൺകിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. ഇരി. ആദ്യം ചിരിച്ചുള്ള ചികിത്സയാണ്. എടാ ഈ മടക്കേസാരി പിടിച്ച അവിടെ ഇരുത്തണ. അങ്ങനെയാ? അണ്ണന്റെ ഇരട്ടപ്പേര് വൈദ്യർക്ക് എങ്ങനെ അറിയാം? അങ്ങനെയെങ്കിൽ ഞാൻ വൈറലാവട്ടെ. ഇരി മടക്കേസാരെ. കറക്റ്റ് ആവി പിടിച്ച് എന്റെ അണ്ണനെ ലോകം അറിയപ്പെടുന്ന ഒരു ഗായകനാക്കി മാറ്റണം. അതൊക്കെ ഞാൻ ഏറ്റ്. അതിനു വേണ്ടിയാണ് ഇല്ലാത്ത പൈസയൊക്കെ ലോണിനും കടമൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. ഇങ്ങനെ കയ്യിലൊക്കെ കിടക്കുന്ന സ്വർണ്ണം. കയ്യിൽ കിടക്കുന്ന സ്വർണം, കഴുത്തക്കട സ്വർണ്ണം. അതും സ്വർണം തന്നെ. രാത്രി കിടക്കണ കംപ്ലീറ്റ് സ്വർണം തന്നെ. പക്ഷെ പാടുമ്പോ വായി എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് വെള്ളിയാണെന്ന്. പിന്നെ എന്താണ് നീ വെള്ളി മൂങ്ങടെ കൂടെ നടക്കുന്നത്? ഇങ്ങനെ മൃദംഗാസ്റ്റ് ആയി പോയില്ലാണ് ഞാൻ. മൃദംഗസ്റ്റാണോ? മൃദംഗം വായിക്കുവോ? ഇല്ല, അതിന് തിമിരം. എന്നൊരു കാര്യം വെള്ളത്തിന്റെ കണ്ണട വാങ്ങിച്ചു വെറുതെ ആക്കല്ലേ കേട്ടാ. നീ ഇങ്ങോട്ട് ആക്കണ്ട. ഗാനമേളയ്ക്ക് ഡ്രംസ് ഒക്കെ ഞാൻ പറന്നടിക്കുമായിരുന്നു. നാട്ടുകാരെ പറയുന്നത് എന്നെ അടികൊണ്ട് പറക്കുമെന്നാന്നല്ലേ? അല്ല അങ്ങനെയല്ല, വൈദ്യുതി ഇവിടെ കിടന്ന് പറക്കണമെന്നല്ല ഞാൻ അറിഞ്ഞത്. എന്തോന്ന് പറക്കും? ഈ മരുന്നൊക്കെ വ്യാജമാണെന്നൊരു ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പറയരുത്. എടാ ഈ കിടക്കുന്ന മരുന്ന് കണ്ടോ? ഇതൊക്കെ ആമസോണിൽ നിന്ന് കിട്ടുന്നത്, ഇവിടെ കിട്ടത്തില്ല ഒന്നും. അയ്യോ, എങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മൊബൈൽ എടുത്ത് ആമസോണിൽ അങ്ങ് ബുക്ക് ചെയ്താൽ പോരായിരുന്നാ? ആരോട് പറയാനാ? എടാ അതല്ലെന്ന്. ആമസോൺ കാട്ടിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി പറിച്ചോണ്ട് വരുന്നത്. അങ്ങ് പോയി പറിച്ചാ? പിന്നല്ല കാട് ഇങ്ങോട്ട് വരുമോ? എടാ ഞാൻ ഒരു ദിവസം ഇതേ കണക്ക് 90 വയസ്സുള്ള ഒരാളെ 18 വയസ്സാക്കാൻ വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിച്ചു. എന്റെ പൊന്നുമോനെ, ഞാൻ ആമസോൺ കാട്ടിച്ചെന്ന് നോക്കിയപ്പോ കാണാ ഞാൻ ഉദ്ദേശിച്ച ചെടി നിൽക്കുന്നതാ. ഞാൻ അങ്ങനെ കൈ അങ്ങോട്ട് എത്തിയതും ചീറ്റനെ 5 തല പാമ്പ്. ഞാനൊരു ഒറ്റ വൈദ്യര ആവി മരുന്ന് ഫലിച്ച് എന്റെ അണ്ണന്റെ സ്വരസ്ഥാനം ക്ലിയർ ആയി. ദൈവസ്ഥാനം ക്ലിയർ ആയതല്ല, എന്റെ കാലിൽ ഒറ്റപ്പെടുത്ത തിളച്ച വെള്ളം അങ്ങനെ അസ്ഥാനത്ത് വീണെന്നാ തോന്നുന്നത്. എങ്ങനെ ഉണ്ടെണ്ണ? പപ്പടവും പായസവും പരിപ്പും കൂട്ടി ഇങ്ങനെ ഉണ്ട്. ഓടാവുന്നു. അതല്ല, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടോ. അയ്യോ, പൈപ്പ് പൊട്ടിക്കിടക്കുന്നതിന്റെ പറമ്പിൽ കയറി വെള്ളം ചോദിക്കും. നിനക്കൊക്കെ ദൈവശാപം കിട്ടും. ഊതല്ലേ. കൊച്ചു കാറ്റ് പോലും എനിക്കിപ്പോ കൊടുങ്കാറ്റാ തോന്നുന്നു. എന്റെ ദൈവമേ, എനിക്കിനി അടുത്തൊക്കെ ഇരുന്ന് പാടാൻ പറ്റുമെന്ന് തോന്നില്ലേ? അയ്യോ, അപ്പൊ ഇന്നത്തെ കോതമംഗലത്തിലെ പരിപാടിയാ? ഒരുത്തന്റെ ഇടിക്ക് മുതൽ മൂലമറ്റം വരെ പൊളിച്ച് കിടക്കുമ്പോഴാ അവന്റെ കോതമംഗലം പോടാവുന്നത്. എങ്ങനെയുണ്ട് ഇപ്പം? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ നസീർക്കയും തുടങ്ങാം. നസീർക്ക, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഉള്ള കൗണ്ടറുകളെല്ലാം പുതുമയുള്ളതായിരുന്നു. കാര്യം നമ്മൾ പഴയ ഒരു സാധനം എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരിടത്ത്. തുടക്കം തൊട്ട് അവസാനം വരെയും ചിരിച്ചുകൊണ്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു മനോഹരമായ സ്കിറ്റായിരുന്നു നിങ്ങളുടെ. ഗംഭീരമായിട്ടുണ്ട്. നല്ല കണ്ടെത്തലുകൾ, നല്ല കൗണ്ടറുകൾ, ഇതേപോലുള്ള ഐറ്റങ്ങളുമായിട്ട് ഇനിയും നിങ്ങൾ വരിക. തീർച്ചയായും. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അസല് തോട്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആ ധാര പറഞ്ഞ സമയത്തെ എനിക്ക് പോലും ശമ്പളം കൊടുക്കാറില്ല. അങ്ങനെയുള്ള കുറെ രസമുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. അസിസിക്ക, കിഷോറണ്ണ, സജന, ബിജു,
നിങ്ങളുടെ വേഷപ്പകർച്ച സാധാരണ സ്കിറ്റുകൾക്ക് നമ്മൾ വേഷങ്ങൾ മാറുമ്പോൾ കുറച്ച് ഓവറായിട്ട് അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി ആ മേക്കപ്പിൽ തന്നെ അല്പം ഒരു ചിരി കിട്ടും എന്ന രീതിയിലാണ് ചില സ്കിറ്റുകൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ വേഷപ്പകർച്ച എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അല്ലാതെ ആദ്യമേ തന്നെ തീരുമാനം എടുത്താണ്. വേറെ ഒന്നും പറയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിഥുൻ ചേട്ടൻ ഐശ്വര്യമായിട്ട് എത്ര മാർക്ക് കൊടുക്കും? ആദ്യത്തെ കൊടുക്കുന്ന മാർക്കല്ലേ? 13 എന്ന് പറഞ്ഞാൽ 13,000 രൂപ. കൊള്ളാം കേട്ടോ. അസിസ്ക അല്ല, ഞാൻ പറയാം. എന്നാ നസീർക്ക് പറ. ഇങ്ങനെ അങ്ങ് പോട്ടെ. നസീർക്ക് പറ. ഒരു മാർക്ക് കുറച്ച് 12 വരും. രണ്ടുപേരുടെ 25,000 രൂപ ആയിട്ടുണ്ട്. അസിസിക്കയുടെ മാർക്ക് ഇപ്പൊ ഇങ്ങോട്ടേക്ക് എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ഗൂഗിൾ പേ പിടിച്ചോ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങോട്ട് നോക്കിയോ. അമ്പത്തഞ്ച് കലക്കി, നല്ല കൈഡി. നസീർക്ക് എപ്പോഴും പറയാറുള്ള തമാശ ഇഷ്ടം പോലെ തന്നാ കാശ് ഇഷ്ടം പോലെ തരാം. തീർച്ചയായും. ഇപ്പൊ നസീർക്ക ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക പൈസ കൊടുക്കാൻ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കുറെ തമാശയായിട്ട് വരിക. 50,000 എന്നുള്ളത് 1,00,000 നമുക്ക് നസീർക്ക് കുത്തുവാള എടുപ്പിക്കാം. ഓക്കെ. അല്ല, ഇന്ന് രാവിലെ തന്നെ വിളിച്ചു നമുക്കിന്ന് പണിക്ക് പോയാലോ. അപ്പൊ ഓക്കെ, അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. താങ്ക് യു കേട്ടോ. താങ്ക് യു. 3 ചെറുതുകൾ വന്ന് വെയിറ്റ് ചെയ്തിപ്പോണ്ട്. ചെറുതുകളാണെന്നേ ഉള്ളൂ. മിഥുൻ ചേട്ടാ ഇവിടുത്തെ കിഡിലൻ കൗണ്ടേഴ്സ് അടിക്കുന്ന കിഡിലൻ സ്കിറ്റ് തരുന്ന ഒരു ടീമാണ്. വിളിക്കട്ടെ അസിർക്ക വിളിക്കട്ടെ. ടീം ആയതുകൊണ്ട് ചെറുതായിട്ട് വിളിക്കണ്ട, വലുതായിട്ട് തന്നെ വിളിച്ചു. വലുതായിട്ട് തന്നെ വിളിക്കാം. സൂര്യകിരൺ, ദേവി ലക്ഷ്മി, ഇതാ കാർത്തിക. ഹലോ, യക്ഷി അല്ല. യക്ഷി അല്ല. തമിഴ്നാടിനെ പറ്റി എന്തറിയണമെങ്കിലും ചോദിച്ച ആളുണ്ട് ഇവിടെ. ആണോ? അത് ശരി. തമിഴ്നാടിനെ പറ്റി എന്താ അറിയണ്ടേ? തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഓ, അറിയണ്ട. ഈ സംഭവം തമിഴ്നാടിനെ പഠിക്കാൻ പറഞ്ഞപ്പോ പഠിച്ചേട്ടാ. ശരിക്കും നാടെവിടെയാ? അപ്പോ കന്യാകുമാരി. കന്യാകുമാരിയാണ്. അത് ശരി. അത് നമ്മുടെ കേരളത്തിന്റെ ആയിരുന്നു, അറിയാലോ അല്ലേ? ഇപ്പൊ അവരങ്ങ് എടുത്ത്. അവരെന്തിനായിരിക്കും കന്യാകുമാരി എടുത്തത്? എന്തിനാ തമിഴ്നാട് കന്യാകുമാരി എടുത്തത്? നമ്മുടെ കയ്യിൽ ഇരുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ. അല്ല, കന്യാകുമാരി ഒരു പാറയുണ്ടല്ലോ, അസ്തമനം കാണുന്നത്. ആ പാറയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കന്യാകുമാരി തമിഴ്നാട് എടുത്തത്. ആ ഒരു പാറ അവർ തന്നിട്ട് നമുക്ക് പാലക്കാടുള്ള ഒരുപാട് പാറകൾ. ശരിക്കും എന്തിനാ തമിഴ്നാട് കന്യാകുമാരി എടുത്തോണ്ട് പോയെന്ന് പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം അത് പഠിച്ചിട്ട് എല്ലാ പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരുമ്പോ പറഞ്ഞു തരണം കേട്ടോ. എന്താ എടാ സൂര്യ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ടോ? എന്താണൊന്നും മിണ്ടാത്ത? സൂര്യകിരൺ മീശ പോവും. അതും വേറെ ഹലോ ബ്രോക്കറെ. സാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വീടൊക്കെ മാറിയോ? ഇഷ്ടപ്പെട്ടോ വീട്? പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം. പിന്നെ സാറേ എന്റെ കമ്മീഷന്റെ കാര്യം? അത് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. പിന്നെ സാറേ, ആ വീട്ടില് യക്ഷി ഉണ്ടെന്നൊക്കെ വീട്ടിലെ പരിസരത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ. യക്ഷിയൊന്നും എനിക്ക് വലിയ വിഷയമൊന്നും അല്ലടോ. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഞാൻ അതിനേക്കാൾ വലിയ യക്ഷിയുടെ കൂടെ അല്ലേ ജീവിക്കുന്നേ. താൻ വെക്കി. അയ്യോ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ പുതിയ വീട്? ഓ, വലിയ കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും ഇതിന് ഇഷ്ടപ്പെടത്തില്ലല്ലോ. എന്ത് ഇത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ എല്ലാ ദിവസവും ആടിയും വഴക്കും ബഹളമായിരുന്നു. സമാധാനം എന്തെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പുതിയ വീട്ടിൽ വന്നിട്ടെങ്കിലും എനിക്ക് ഇച്ചിരി മനസ്സമാനം തരണം. നിങ്ങളുടെ കയ്യിലിരിപ്പ് നന്നായിരുന്നാലേ മനസ്സമാനം കിട്ടുള്ളൂ. സത്യത്തിൽ നീ എന്റെ ജീവിതത്തിൽ വന്ന പിന്നെ നീ എന്നെ എന്തൊക്കെയാ പഠിപ്പിച്ച്? പാത്രം കഴുകാൻ പഠിപ്പിച്ചു, തുണി അലക്കാൻ പഠിപ്പിച്ചു, ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, വാട്ട് എ ബ്യൂട്ടി, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. ഇനിയിപ്പോ നിന്റെ ഇവിടെ ആവശ്യമുണ്ടോ? നിനക്ക് എന്റെ വീട്ടിൽ പോയി വായി വെച്ചോൻ ചുമ്മാ ഇരുന്നോളൂ. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ വായി നോക്കി നടക്കാൻ. ഞാൻ ഇല്ല നിങ്ങൾ അങ്ങനെ സ്വൈരത്തോടെ ജീവിക്കണ്ട. എന്റെ പൊന്നു ഗീതു, നീ വിചാരിക്കുന്ന ഒരു സ്ത്രീലമ്പടനല്ല ഞാൻ. നിന്നല്ല വേറൊരു പെണ്ണ് ഞാൻ നോക്കാറും കൂടിയില്ല. എന്തോ നോക്കാറില്ല? എങ്ങനെ? മുന്നിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ നോക്കുന്നല്ല ഞാൻ നോക്കാറില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഏട്ടൻ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഏട്ടാ, പണ്ടേ നമ്മൾ എന്റെ കൂട്ടുകാരി ആനീരെ കൊച്ചിട്ട് മാമോദിസയ്ക്ക് പോയില്ലായിരുന്നോ? ആനി എന്ന് പറയുമ്പോ മറ്റേ ചുരുണ മുടിയോ? അയ്യോ, അതല്ല. അവക്കൊന്നും പറ്റിയില്ല. അപ്പോഴേ എന്റെ കൂട്ടുകാരി റോസു അവിടെ ഒന്ന് തുറക്കുന്നുണ്ടോ? റോസു? അതെ, നമ്മളെ റോസുവിന് ഓർമ്മയില്ലേ? നമ്മുടെ റോസു മഞ്ഞയിൽ ചുവന്ന സാരിയൊക്കെ കൊടുത്ത് കയ്യിലൊരു നീല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അവൾക്ക് വീട്ടിന് മറിയില്ലേ മോളെ? അന്ന് അവള് കറുത്ത കൊട്ട തൊട്ടെ എന്തൊരു സുന്ദരിയായിരുന്നു. മോഹനേട്ടന് പൊട്ട് വരെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്റെ കൂട്ടുകാരി ഞാൻ മറക്കുവോ? എന്നാ
പറ, ഞാനൊന്ന് ഉടുത്തിരുന്ന സാരിയുടെ കളർ ഏതാ? എന്താ? ഞാൻ അന്ന് ഉടുത്തിരുന്ന സാരിയുടെ കളർ ഏതാന്ന്? നീ ഒന്ന് സാരി ഉടുത്ത? അല്ല, നൈറ്റി. ആ വെറുതെ അല്ലേ എനിക്ക് ഓർമ്മ ഇട്ടത്. നൈറ്റ് എടുത്താരില്ല അങ്ങോട്ട് പോകും. പോടോ അവിടെന്ന്. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു വായി നോക്കി കെട്ടിയവനാണല്ലോ കിട്ടിയത്. ഞാൻ പോണു. അയ്യോ റോസമതി പോലെ. റോസോ? അന്ന അകത്തേക്ക് വാ. അവളുടെ പേരെന്താ? അയ്യോ ഗീത പോലെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ മടയിലേക്ക് പുതിയ 2 അതിഥികൾ എത്തിയിട്ടുണ്ട്. ഇന്ന് 2ന്റെ ചോര കുടിച്ചിട്ട് തന്നെ കാര്യം. ചുമയും പിടിച്ച് ഗ്യാസ് കണക്ഷൻ സെറ്റ് ആയില്ലെന്ന്. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നേ? OTP-യാ? ആ നോക്കട്ട്. എന്ത് കാര്യം? കണ്ടിട്ടൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ഇവൻ ഇപ്പൊ തന്നെ തട്ടിയാലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ടൈം എടുത്ത് വലിപ്പിച്ച് തെറ്റ് താട്ടാം. ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഗ്യാസ് കണക്ഷൻ സെറ്റ്. ഓ, ഞാനായിട്ട് പിണങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളസാരി എടുത്തിരിക്കുക കൊച്ചു ഗള്ളി. അയ്യോ വിടൂലടി. ആരടി നീ? മോനോ മര്യാദക്ക് ജീവിക്കുന്ന യക്ഷിനെ പോലെ നീ ഒന്ന് വെറുതെ വിടൂലല്ലേടാ? നിനക്ക് തടി എന്റെ വീട്ടിൽ കാര്യം. യക്ഷിനെ കേറി എടീന്നോ? അയ്യോ, യക്ഷിയാണത് പറഞ്ഞ പോരെ, എന്തിന് തല്ലണത്? ആരെന്നാ പറഞ്ഞ? യക്ഷി. അപ്പാശ്. ഇങ്ങനെ കിടന്ന് അലറി എന്നെയും കൂടെ പേടിപ്പിക്കാതെ. കൂടുതൽ തൊളിച്ചോണ്ടല്ലോ നിന്റെ ചോര ഞാൻ കുടിക്കും. അയ്യോ, എന്നെ ഒന്ന് ചേരുക, ഒരു പാവോണ്. ആരാ മോഹനേട്ടാ അവിടെ? അയ്യോ ഗീതു. ആരുമില്ല ഗീതു. ആരുമില്ലെന്നോ? പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? യക്ഷിയാന്ന് പറയണോ? അങ്ങനെയൊന്നും പറഞ്ഞ നമ്മള് വിശ്വസിക്കത്തില്ല. ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ത്രീ ശബ്ദം കേൾക്കാലോ. അത് ഞാൻ തന്നെയാ ഫീമെയിൽ വേഷം ട്രൈ ചെയ്താ. എന്തിനാണോ എന്റെ വാപത്തിയത്? ഇതുവരെ ആരും എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത്രയും വർഷത്തെ എന്റെ യക്ഷി കരിയർ ഇങ്ങനെ ഒരു അപമാനം മാനഹാനി എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ യക്ഷിയാളും പക്ഷിയാളും ജീവൻ വേണേ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോ. എന്റെ ഭാര്യ കുളിയും കഴിഞ്ഞ് വരുമ്പോ നമ്മളെ കണ്ടാണല്ലോ വെട്ടും. നിന്നെ കൊല്ലും, എന്നെ കൊല്ലും, എന്നെ എന്തായാലും കൊല്ലും. പിന്നെ വേറൊരു കാര്യം, നിന്നെക്കാ കൂടിയേനെ അവള്. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. എന്റെ പടയാണ്. നീയൊക്കെ ഇന്നത്തെ എന്റെ ഇരയാ. മോഹനേട്ടാ. അയ്യോ, അവള് വരുന്നെന്ന് തോന്നുന്നു. എവിടെങ്കിലും പോയി ഞാൻ എന്തിനാ വിളിക്കണേ? പ്ലീസ്, കാല് പിടിക്കും. ഒന്ന് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. അവിടെ ഇങ്ങോട്ടാ. ആരാ മോഹനേട്ടാ വന്നേ? ആരും വന്നില്ലല്ലോ. ആരും വന്നില്ലേ? ഇല്ല, ഇവിടെ കാറിലും വന്നിട്ടുണ്ടോ? ഇല്ലെന്ന്. ഞാൻ ഒരു സ്ത്രീ ശബ്ദം കേട്ടതാമേ. അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ തന്നെയാണ്. നല്ല പാലപ്പൂവിന്റെ മണം. ഈ മുട്ട കൂട്ടി കഴിക്കാം. എന്തോന്ന്? പാലപ്പത്തിന്റെ മണം പറഞ്ഞു. പാലപ്പൂ അല്ല, നല്ല പാലപ്പൂവിന്റെ മണം. സത്യം പറ, ഇവിടെ ഏത് പെണ്ണാ വന്നത്? ഇവിടെ ഒരു പെണ്ണും വന്നിട്ടില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ല? എപ്പോഴും ഇങ്ങനെ തന്നെ. ഇവിടെ ഒരു പെണ്ണും വന്നിട്ടില്ലേ? ഇല്ല. സത്യം. സത്യം. പിന്നെ ആരുടെ ആടോ ഈ സാരി? അയ്യോ സാരി. അപ്പൊ സാരി മാത്രല്ല അല്ലേ പെണ്ണുണ്ട്. എന്റെ ഭഗവാനേ, എന്റെ ഭർത്താവ് വഴിതെറ്റി പോയേ. ഇനി ഞാൻ എങ്ങനെ സഹിക്കുവേ? ഞാനൊന്ന് കുളിക്കാൻ കയറിയത്തക്കത്തിന് താൻ ഇവിടെ പെണ്ണിനെ വലിച്ചു കയറ്റു അല്ലോടോ? അവളെ യക്ഷിയാണല്ലേ ഞാൻ മറുതെ ശ്വാസം ഒന്ന് നേരം. എന്നെ തേച്ചിട്ട് 2 എണ്ണത്തിന് സുഖമായിട്ട് ജീവിക്കാൻ നേരത്തണ്ടോ? 2 ഞാൻ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിന്റെ ചോര ഞാൻ കുടിക്കോട്ടെ. എന്റെ ഗീതുരൊന്ന് ചേരുന്നു. രണ്ടിന്റെ ശബ്ദോടെ കേട്ടോ വരുന്നു. 2ന്റെ ഉടായ്പ ഞാൻ കൈയോടെ പൊക്കിയപ്പോ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കുന്നോടി. ഇങ്ങനാണെങ്കിൽ ഞാൻ ഇല്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണോ ഞാനാന്ന്? എന്റെ പൊന്നെ ഗീതു, ഞാൻ പറയുന്നത് നീ ഇത് വിശ്വസിക്ക്. സത്യത്തിലേ ഇതൊരു യക്ഷിയാണ്. ഇത് യക്ഷി കണ്ടാലും പറയും. അവള് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഒരു നമ്പർ ഇട്. 8. എന്ത് നമ്പർ? അയ്യോ അതല്ല, നിങ്ങളുടെ മറ്റേ അമാനുഷിക സാധനം ഉണ്ടല്ലോ, കാല് നിലത്ത് കൂട്ടാൻ നടക്കുന്ന, അത് കാണിക്കും. അത് ഞാൻ കാണിച്ചു കാണടി. നീ കാണു. കിട്ടണല്ലോ ചേട്ടാ. അടുത്തേട് ഡ്രം സെറ്റ്. ഡ്രം അടിക്കാൻ പറഞ്ഞു. അയ്യോ ഡ്രം അടിക്കല്ല, ദംശനാച്ചത്. അയ്യോ നിങ്ങളുടെ പല്ലും കൂടി ഏന്ന് കാണിക്കുന്ന പരിപാടി. അയ്യോ കൊഞ്ഞണം കുത്താനല്ല, പല്ലുകൊണ്ട് പേടിപ്പിക്ക്. ഓ അതോ, അത് ഞാൻ കാണിച്ചു തരാം.
അയ്യോ എന്റെ ഡ്രാക്കുള മുത്തപ്പ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. എന്നാ പിന്നെ ഫാൻ വരെ നിന്നെ കെട്ടിത്തൂക്കിയിടാടി. അയ്യോ ചേട്ടാ ടെൻഷൻ കാരണം അതും കിട്ടാനുള്ള ചേട്ടാ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലേ? നിങ്ങളും കൂടെ എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ, ഞാൻ ഒറിജിനലാ. കഴിഞ്ഞ ഷോ ഇല്ല, ഓർമ്മ കൂടെ ഉണ്ട്. എന്നെ നാട്ടിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്ക്. എന്തെങ്കിലും ആട്ടെ, അറ്റ അയക്കൊന്ന് പേടിപ്പിച്ചു നോക്കാം. എന്നെ കൂടെ വീഴ്ത്തല്ലേ, മാറടി അങ്ങോട്ട്. സാരിയും കൂടെ ചതിക്കണല്ലോ. എന്ത് ചേച്ചി വന്ന് അമ്മേ, ഇനി മേലെ ഇമാതിരി വേഷം കെട്ടോളൊന്നും എന്റെ അടുത്ത് ഇറക്കരുത് കേട്ടല്ലേ. ഞാൻ അവളാണ് യക്ഷിക്ക് ഇളകി. എങ്കിൽ പിന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു കൊടുക്കും. എന്റെ ഗീതുനൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ആ തല്ലി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഒരു അടി ഇട്ടിപ്പോ പെണ്ണിന്റെ ബോധം പോയാ? നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ആ തല്ലി. എന്ത് ഇനി വേണോ? തല്ലോടെ നീയൊക്കെ തല്ലു, എനിക്കിതറിയാം. നിന്നോടൊക്കെ ദൈവം ചോദിക്കോടി. ഡാ നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടൊരു വീട്ടിൽ നിന്ന് ഇത്രയും നാണം കെട്ടിറങ്ങി. ആ യക്ഷി കാലി തുള്ളിയാ പോയേക്കുന്നത്. ഇന്ന് രാത്രി നമ്മളെ രണ്ടുപേരെയും കൊല്ലും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ മനുഷ്യ, അത് യക്ഷിയൊന്നും അല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കളവനെ ഈ വീട്ട് വിറ്റു പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാ. അങ്ങനെ നിനക്കറിയാം? അപ്പുറത്തെ വീട്ടിലെ പെണ്ണും പിള്ളായിട്ട് ഞാൻ നല്ല കമ്പനിയാ. അപ്പൊ അവരെന്നോട് പറഞ്ഞതാ. എന്നിട്ടാണ് എന്നോട് പറയാഞ്ഞേ? ഞാൻ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതാ. എങ്ങനെ? യക്ഷിയോടാണെങ്കിലും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എന്നിട്ട് എന്ത് തോന്നി? നിങ്ങൾ 916 എന്ന് വെച്ചാ 10 മാറ്റാന്ന്. അയ്യോ, ഇങ്ങനെയല്ല ക്ലൈമാക്സ്. ഞാനല്ലേ പിടിക്കണ്ടേ? ഇപ്പൊ ഓക്കെ. യക്ഷിക്കും ടീമിന് ഒരു നല്ല കൈഡി കൊടുക്കാം. ഇത്രയും ഗതികെട്ടൊരു യക്ഷിയെ ഈ നമ്മുടെ കരിയറിൽ കണ്ടിട്ടില്ല. ചേട്ടാ, യക്ഷി കരിയറിലെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഓ ബ്യൂട്ടിഫുൾ ആയിട്ട് അസലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കലക്കനായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ജീവ പറഞ്ഞ പോലെ, അതായത് ബാക്കിയുള്ള വലിയ ആൾക്കാർക്ക് അവരുടെ പണത്തിന് വേണ്ടി ഒന്ന് ഓടാനുള്ള വകുപ്പിട്ട് കൊടുക്കുന്നുണ്ട് അവര്. ശരിക്കും അസലായിരുന്നു ഓരോരുത്തരും കേട്ടോ. സൂര്യകിരൺ ചെയ്ത ക്യാരക്ടർ, നിത, ലക്ഷ്മി, എല്ലാവരും കേട്ടോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതിനകത്ത് ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് ഇതാ അവിടെ കുഞ്ഞ് ലക്ഷ്മിക്ക് കൊടുക്കണം, നമ്മുടെ കന്യാകുമാരിക്കാരിക്ക് കൊടുക്കണം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ വീട് ഓർമ്മ വന്നു. ഏതാണ്ട് നമ്മളെ റീലിൽ നിന്ന് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഒരു കുറവ് വരാറുണ്ട്. ഒരു ക്ലാരിറ്റിക്കും കുറവില്ലാതെ നിങ്ങൾ ചെയ്തു എന്നുള്ളത് ഗംഭീരം, ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു ചേട്ടാ. ഞാൻ അത്ര ഹാപ്പി അല്ല. അല്ലല്ല, കാര്യം യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാക്കും. നശിപ്പിച്ച് കളഞ്ഞു. ഏത് യക്ഷിയാണ് ടൈമിങ് 2 പ്രാവശ്യം ചിരിച്ചും പോകുന്നത്? സാധാരണ യക്ഷി ചിരിക്കും, പേടിക്കുന്നതിന് വരെ ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഓഡിയൻസിനടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ജീവ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിരിച്ചില്ലെങ്കിൽ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിരിയോട് ചിരി. അല്ല, നിന്നിലും വലിയ ഐറ്റമാണ് ഈ വീട്ടിലിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഇങ്ങേറ്റത്തെ ചേച്ചിക്ക് ഏകദേശം രൂപ മനസ്സിലായിരുന്നുള്ളതാണ്. ഗംഭീരമായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഒരുപാട് കൗണ്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കൗണ്ടറുകളൊന്നുമില്ല. പക്ഷേ ഉള്ള കൗണ്ടറുകളെല്ലാം വളരെ വൃത്തിയുള്ളതും മനോഹരമായി നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യക്ഷിയെ തന്നെയാണ് കേട്ടോ. യക്ഷി പല പ്രാവശ്യം ഇവർ രണ്ടുപേരും സ്കോർ ചെയ്തിരിക്കുമ്പോൾ യക്ഷി ഒന്ന് പുറകിലേക്ക് ആയി നിൽക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം യക്ഷി കിരട്ടി എൻ്റെ പഞ്ച് നല്ല പഞ്ചായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ നിന്ന്. നല്ലായിരുന്നു, 3 പേരും ഗംഭീരമായിരുന്നു, സ്ക്രിപ്റ്റും നല്ലായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ലക്ഷ്മി, നിത, സൂര്യ, നിങ്ങളെ കഴിവിനെ കുറിച്ച് ഇനി നമ്മൾ ഇവിടെ പറയില്ല. ഇതോടുകൂടി നിർത്തിയിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയണം, നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുക. ഇപ്പൊ പല നമ്മളെ വലിയ ടീമുകളും അവർ അന്വേഷിച്ച് കിടക്കുന്നത് അവർ ഏത് സ്കിറ്റാ ചെയ്യുന്നത് എന്നുള്ള ടെൻഷനാണ്. അവരെ തീം എന്താണ്? പക്ഷെ നിങ്ങൾ ചെയ്യുമെന്നറിയാം. ഒരു രക്ഷയില്ലായിരുന്നു മക്കളെ. നിത, നീ ഇപ്പം നസീർക്കൊക്കെ പറഞ്ഞതുപോലെ നീ ഗംഭീരായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഭയങ്കര രസമായിരുന്നു. സൂര്യ അറിയാലോ, പിന്നെ ഭർത്താവായിട്ടൊക്കെ കിടന്ന് ജീവിക്കാണ്. ലക്ഷ്മി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഒന്നും പറയുന്നില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? കുട്ടികളായതുകൊണ്ട് നമുക്ക് കുറച്ച് കൊടുത്താൽ മതിയല്ലോ. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. മതി. അപ്പോ ഒരു 8 മാർക്ക്. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ? 8000. അടിപൊളി. 8000. രണ്ടാമത്തെ മാർക്സ് അസീസിക്ക. ഇപ്പൊ നസീർക്ക നേരത്തെ ഫസ്റ്റ് കമന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതും സത്യമാണ്. പക്ഷെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ വെറുതെ അത് ഒന്നും പറയാതെ വിട്ടതാണ്. കുഴപ്പമില്ല, ഞാൻ എന്നാലും അധികം കൊടുക്കുന്നില്ല. ഒരു 2 മാർക്ക്. മൊത്തം 10 അല്ല, ഞാൻ ആ ചിരിയുടെ പറഞ്ഞുകൊണ്ട് അതിൽ കയറി പിടിച്ചാണ്. ഞാൻ പറഞ്ഞല്ലേ അത്. അല്ല, അതൊരു കാരണം തന്നെയാണ്.
പിന്നെ അത് കാരണമല്ലേ കാരണം പുള്ളി മാർക്ക് കുറച്ചില്ലേ? അല്ല, മാർക്ക് കുറയ്ക്കുക, കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക എന്നുള്ള അവന്റെ കാഴ്ചപ്പാടിലുള്ളതാണ് അവൻ കൊടുത്തത്. മനസ്സിലായി. പക്ഷെ 2 മാർക്കിനേക്കാളും കുറച്ച് 8 10 മാർക്കായില്ലേ? അതാണ് 10,000 രൂപ മോളെ. ഇനിയിപ്പോ ബാക്കിയൊക്കെ നസീർ ഇവിടെ കാരണമല്ലേ? ആകുമ്പോ അത് ഇതാകത്തില്ലേ? പിള്ളേരല്ലടാ, അല്ല ഒരുപാട് കാശ് കൊടുത്താൽ നിങ്ങൾ ദൂർത്തടിക്കും. ദൂർത്തടിക്കും. ആ സൂര്യകിരൺ ഒന്നാമത് ഭയങ്കര കറക്കോ. ൂർത്തടിക്കുന്നതിന്റെ അല്ല, ഇവർക്ക് കിട്ടിയിട്ട് വേണം ഗ്രൂമേഴ്സിനെ കടം ചോദിക്കാൻ. അതുകൊണ്ട് വേണ്ട. അത് വേണ്ട, അത് വേണ്ട. അപ്പൊ എല്ലാം കണക്ക് കൂട്ടിയാണ് ഈ മാർക്ക് തന്നത്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ? 10,000. 10,000. എന്തൊരു സങ്കടം. 8,000 കിട്ടിയപ്പോ നല്ല സന്തോഷല്ലേ? ഇത് മതി, 10,000 പോരെ? കൂടുതൽ വേണം. നസീർക്ക് നോക്കട്ടെ എത്ര തരുന്നതിന്. ഓക്കെ, അപ്പൊ ടോട്ടൽ എമൗണ്ട് ഇപ്പൊ നമുക്ക് 10,000 ഉള്ളത്. ടോട്ടൽ എമൗണ്ട് ഇപ്പൊ എത്ര നോക്കാം? ഇപ്പഴാ ഒന്ന് തെളിഞ്ഞതാ മോഹം. അന്റെ കരയുന്നു. അല്ലല്ല, ഇത് ലക്ഷ്മിക്കിട്ടുള്ള ഒരു പണിയാണ് ഞങ്ങൾ. ഭയങ്കര അഹങ്കാരമാണ് അവൾക്ക്. അത് മാത്രം അതാണ് അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം മാർക്ക് കുറച്ചതല്ല, നിങ്ങളെ പറ്റിച്ചതാണ്. ഒരു സന്തോഷം പറയാം, നമ്മുടെ ചെറിയ ടീം ആദ്യമായിട്ടാണ് 50,000 രൂപ അടിക്കുന്നത്. അടിപൊളി മക്കളെ. ഇനി പറയട്ടോ, സ്കിറ്റ് ഗംഭീരമായിരുന്നു കേട്ടോ മക്കളെ. നിങ്ങളൊരു രക്ഷയില്ല. ഞങ്ങളുടെ ചങ്കിൻ്റെ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ മിഥുൻ പറഞ്ഞ ഇവരാണോ നിങ്ങളെ ശ്രദ്ധിച്ച് മിഥുൻ വരെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഒരു രക്ഷയില്ല. ആദ്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. ലക്ഷ്മിക്ക് ഒരു കുഞ്ഞഹങ്കാരമുണ്ട് അല്ലേ? നീ കന്യാകുമാരി എന്ന് വരുന്നതുകൊണ്ട് അല്ലേ? ഞാൻ അതെ, അവളെ മുഖം കണ്ട. എന്തായാലും ഐ ലവ് യു. പൊളി. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുത്തതിൽ ഡോസ് തരാം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സന്തോഷമുണ്ട് ഒരു പുതിയ ടീം വരുമ്പോ. അതാണ് നമുക്ക് ആവശ്യം. പുതിയ ആൾക്കാർ ഇവിടെ വരണം, ചിരിപ്പിക്കാനായിട്ട്. കാശ് വാങ്ങിച്ചോണ്ട് പോകണം. നസീർക്കാക്ക് അതാണ് ആവശ്യം. കാരണം പഴയ ടീമിലേക്ക് വലിച്ചു കീറിയിരിക്കില്ല. അവിടെ എവിടെയെങ്കിലും ഇടിക്കുമോന്നൊരു പേടി. നസീർക്ക് അമ്മാനം പാടാൻ 3 കുട്ടികൾ പറഞ്ഞു വെയിറ്റ് ചെയ്തു. വിളിക്കട്ടെ. Hey, come on boys, please. ജീവ, നല്ല എനർജി. ഇപ്പോഴേ മാർക്ക് കൊടുക്കണം. നല്ല സ്കിറ്റ് ആയിരുന്നു. ഡാൻസും വരവൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടെ തമാശക്കാണ് കാശ്. നമുക്ക് വരെ പരിചയപ്പെട്ടു കൊടുക്കാം. നസീർക്ക പേര് സ്വന്തമായിട്ട് പറയാം, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയാം, ഗിനീഷ്. നമുക്കറിയാം, എന്നാലും അവരൊന്ന് പറയുമ്പോഴേ ഞാൻ പറയാം. ഗിരീഷ്. മറ്റേത് കിട്ടിയില്ല. നമ്മളെ മെമ്പറാ ഗിനീഷ്. കോഴിക്കോട്, ചാലക്കുടി, രഞ്ജു, സുമേഷ് അല്ലേ? അല്ല മുകേഷ്. ഇത് ഐറ്റം വേറെ ലെവൽ. പേര് മാറ്റിയിടാൻ പരിപാടി. ഈ ലെവൽ എവിടെ നിന്ന് വന്ന്? ഇത് ഐറ്റം വേറെ. അത് മതി. ഇത് എനിക്ക് ഇനി വേണ്ട. നാളെക്കേടാണ്. ഒരുമിച്ച് നിങ്ങള് ഇത് ഐറ്റം വേറെ ലെവലില്ല. ക്യാമറ സെറ്റപ്പാണ്, ലൈറ്റ് സെറ്റപ്പാണ്, എല്ലാം സെറ്റപ്പാണ്. ഒരു കാലത്ത് പ്രതാപികൾ വാണിരുന്ന തറവാടത്. അതായത് ശാസ്ത്രീയ സംഗീതം, ഗുണ്ടായിസം ഇതെല്ലാം മിക്സ് ചെയ്ത് നൂലുടെ പോലെ കെട്ടുപണിഞ്ഞ് നടക്കുന്ന തറവാടായിരുന്നു. ഇന്ന് ഇതേ സെറ്റപ്പിൽ തന്നെ ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു കക്ഷി ഈ ഇളമുറ തമ്പുരാനായിട്ട് നമ്മുടെ ഈ തറവാട്ടിലുണ്ട്. യുവതലമുറയിലെ ആശാൻ, സർവശ്രീ ഗുണ്ട സംഗീതജ്ഞൻ കത്തി ഗിനീഷ് ആശാൻ. വെൽക്കം ആശാൻ. നമുക്ക് ആശാന്റെ ഇൻട്രോയിൽ തുടങ്ങാം. എന്താ ആശാനെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം? ഭയങ്കര ചൂടായിട്ട് രക്ഷയില്ല. ആശാന് ചൂടൊന്നുമില്ലേ? ഞാൻ എന്റെ ഗുളിക കുടിക്കുന്ന എന്നെ ബാധിക്കൂലല്ലോ. ആശാന് കുഴപ്പമില്ല. ആ ഇൻട്രോ അല്ല നമുക്ക് വേണ്ടത്, പ്രോഗ്രാമിന്റെ 2 വരി ആശാൻ അങ്ങോട്ട് കീച്ച്. അങ്ങനെ കിടന്ന് കീറി കഴിഞ്ഞാൽ ആശാന്റെ പ്രോഗ്രാം ആൾക്കാർ കാണില്ല. കുറച്ച് വിനയ കുനയനായിട്ട് അപേക്ഷിക്കൂ ചാനലിനോട്. വളരെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടൊക്കെയാണ്. 12 സ്റ്റാറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇടക്കിടക്ക് KSEBിന്റെ ആൾക്കാർ വരിക, പീസ് വലിക്കുക. സർവീസ് സഹകരണ ബാങ്കിന്റെ
പോലീസിന്റെ ആൾക്കാർ വരിക, ജപ്തി നോട്ടീസ് ഒട്ടിക്കുക, പോവുക. പിന്നെ 3 കുട്ടികൾ അങ്കണവാടി പോകുന്നതിനെ കൊണ്ട് അമൃതം പൊടി കിട്ടുന്നു. അതുകൊണ്ട് എന്റെ ആശാൻ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ ചാനൽ കാണില്ല. ആശാൻ രാഷ്ട്രീയക്കാര് കുറച്ച് കൈ നിടുന്ന പോലെ കുറച്ച് കൈ നീട്ടങ്ങട് ചാമ്പ്. ആ എന്തൊക്കെയുണ്ട് അതന്നെ. ഇങ്ങക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത്. മക്കിലെ കൊണ്ടൊരു മെച്ചമില്ല. ഈ ചാനൽ വടിവാൾ മീഡിയ നിങ്ങളെ മീഡിയ ആണ്. നമ്മളിത് തുടങ്ങിയത് മാത്രം സബ്സ്ക്രൈബ് വഴിയാണ് ഇതിന്റെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്യണം. ബെല്ലൈക്കൻ പറയാൻ ബെല്ലം പറയണല്ലോ. ഈ ഉത്രാടിക്കാവിലെ ഉത്സവത്തിന്റെ അന്ന് 2 ഗാങ്ങായിട്ട് നിന്നിട്ടുള്ള അടിയാ. നമ്മളെ ഗാങ്ങുള്ളോ പുറത്തുള്ളോന്ന് അറിയാലോ. ഈ ബെല്ലൈക്കൻ പിടിച്ച് ഞമച്ചായി ആരാന്നറിയല. എന്നിരുന്നാലും ചെറിയ തകരാറുണ്ടെങ്കിൽ ഉള്ള ബെല്ലുകൾ പിടിച്ചൊന്ന് അമർത്തി അതും സഹകരിക്കണം. ഇൻട്രോ പൊളിച്ചു. ആരാണ് പെർഫോമൻസ് ചെയ്യാൻ വരുന്നത്? വാസുവിനെ വിളിക്കടാ. വാസു. വാസുവിനെ വിളി. എടാ മോനെ കേറി വാടാ. ആക്ഷൻ. വാസു, ഞാൻ കട്ട് പറയല്ലേ, നീ എന്തിനാടാ കട്ട് പറഞ്ഞ? ഓ, കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാമിന്റെ നല്ല നല്ല കമന്റുകൾ വന്നിട്ടുണ്ട്. കമന്റ് വന്നിട്ടുണ്ട്. വായിക്കട്ടെ. നാണമാവിലുള്ള ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ വൃത്തികെട്ടന്മാരേന്ന്. ആശാനെ, ഇത് എഴുതിയിരിക്കുന്ന ഒരു പോളിസനാണ്. UK പോളിസൻ. വണ്ടി എടുക്കാം. യുണൈറ്റഡ് കിങ്ഡത്തിലേക്കാ. എവിടെയാടാ യുണൈറ്റഡ്? അത് ബ്രിട്ടൻ. ബ്രിട്ടൻ എവിടെയാടാ? UK എവിടെയാടാ? അത് ഇംഗ്ലണ്ടിലല്ലേ? കള്ള പോൾസാ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വെല്ലുവിളിക്കണ ആണുങ്ങളെ പോലെ പല സ്ഥലത്ത് പോയി വെല്ലുവിളിക്കാണ്ട്. ആശാനെ, നമുക്ക് വേണ്ടത് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്ത് അതിന്റെ ലിങ്ക് ജനങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഉണ്ണി ഇങ്ങോട്ട് വരിക. തറവാടിന് ഇത്തിരി സുഹൃതക്ഷ ഉണ്ടായി എന്നുള്ള നേരെ തന്നെ. അത്ര ഒരു സമ്പ്രദായത്തിലൂടെ കിട്ടുന്ന വരായിക ഇവിടെ വേണ്ട. ഏത്? താനിപ്പോ പറഞ്ഞ സാധനം ഷെയർ ചെയ്തിട്ടുള്ള മാത്രമല്ല, ഇങ്ങോട്ട് വരിക. ആ പോൾസൺ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി ടിങ്ടക്റ്റിൽ ഇരിക്കുകയാണ്. അത് വേണ്ട. വാസു, ആശാൻ ഈ ഗുണ്ടാപ്പണി എങ്ങനെ തുടങ്ങി എന്നുള്ള ചരിത്രം ഉണ്ടല്ലോ. എങ്ങനെ ഗുണ്ടാപ്പണിയിലേക്ക് എത്തിപ്പെട്ടു? കഴിഞ്ഞ ഞാൻ SI ടെസ്റ്റ് എഴുതി പാസ്സായി നിൽക്കുന്ന സമയം വൈകുന്നേരത്തെ ഞാൻ ചായക്കടിക്ക് വേണ്ടിയിട്ട് ജംഗ്ഷനിലേക്ക് ചെന്നതാ. നായ്ക്കടിയല്ലടോ, ചായക്കടി. അവിടെ വലിയ ഒരു ഗുണ്ട, പേരുകെട്ട ഗുണ്ട, അവിടുത്തെ പോലീസുമായിട്ട് ഭയങ്കര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഒരു പോലീസുകാരൻ മാത്രം ഇവന്റെ ദേഹത്തേക്ക് ചാടി വീണിട്ടുണ്ട്. ഞാനിത് കാണുക. ഞാൻ എന്റെ കയ്യിലുള്ള ഉണ്ടമ്പുരിയും പയമ്പുരിയും ഒക്കെ അങ്ങ് ചാടി വീണ്. അന്നേരത്തെ ഈ ഗുണ്ട എന്താ ചെയ്തതെന്നറിയോ? കത്തി ഉരിയിട്ട് ഈ പോലീസുകാരനെ കുത്താൻ നോക്കുക. ഞാൻ പറഞ്ഞ അച്ഛാ മാറിക്കോ എന്ന് പറഞ്ഞ അച്ഛൻ അങ്ങോട്ട് മാറ്റി ഈ കത്തി ഉരി ഗുണ്ടന്റെ പുറത്ത് കുത്തി ഇറക്കി. ബെസ്റ്റ്. എന്നിട്ട് അച്ഛൻ എന്ത് പണഞ്ഞു? എന്റെ പൊന്നാശാനെ, കിരീടത്തിന്റെ കഥ പറഞ്ഞാൽ കോപ്പിറൈറ്റ് പിടിക്കും. നമുക്ക് വേണ്ടത് അതല്ല. ആശാന്റെ ഗറില്ല യുദ്ധങ്ങളില്ലേ, ബീഹാർ. ബീഹാറിലെ കൊടുമ്പനാന്തരം. അവിടെ ഞാൻ ചെന്നിറങ്ങിയതും ഗർലകളുടെ നേതാവ് PP കുഞ്ഞികൃഷ്ണൻ എന്റെ നേരെ മുന്നിൽ വന്ന് വീണ്. എന്നോട് എന്താ അവിടെ പരിപാടി? ഇറങ്ങി പോടാ എന്റെ ടെറിട്ടറിയിൽ. ഞാൻ ചോദിച്ചു, ഇന്ത്യ രാജ്യം നിന്റെ തന്തയുടെ വകയാണെന്ന് അച്ഛായിട്ട് കൊടുത്തു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവൻ അടിച്ചോട് കൂടി ഗർലകൾ ഇളകിയില്ലേ. പിന്നെ അമ്പില്ലേ വിഷം പരത്തി അതിലുള്ള വരവ പല ദിക്കുന്ന. കൈയുടെ അടി കൂടി, തലേന്റെ അടി കൂടി, കണ്ണിന്റെ അടി കൂടി, മൂക്കിന്റെ അടി കൂടി, ഭയങ്കര വരവ്. ഞാനെല്ലാം കൂടി ഒരു മരത്തിന്റെ അടി ചെന്ന് വിളിച്ചേ. ഈറ്റയില്ലേ, ഈറ കംപ്ലീറ്റ് പടർന്നു നിൽക്കുക. വരടോട് കൂടി ഞാൻ ഇങ്ങ് വലിച്ചേ. അമ്പുണ്ടാക്കി. വില്ല് മുന്നിൽ കിടക്കല്ലേ. അമ്പെടുക്കുക, വില്ല് കൊലക്കുക. അമ്പെടുത്ത് മൂക്കുമ്പോ പിടിക്കാ വിടുക. വില്ല് കൊലക്കുക, അമ്പെടുക്കുക, മൂക്കുമ്പോ പിടിക്കാ വിടുക. അമ്പെടുക്കുക, വെല്ല് കൊലക്കുക, മുക്കുമ്പോ പിടിക്കാ വിടുക. 60 ഗർലകളാ നിന്ന് നിപ്പ് കാഞ്ഞു പോയത്. 2 അമ്പ് എനിക്ക് നേരെ ഇങ്ങനെ വന്ന് ജസ്റ്റ് മിസ്സായി പോയി. ജസ്റ്റ് മിസ്.
പക്ഷെ എന്തുണ്ടായി? അതിനുശേഷമാണ് നമ്മുടെ അറിയപ്പെടുന്ന നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്ത് വെക്കുന്ന കട്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പാച്ചിക്കട്ട്. പത്രങ്ങൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തില്ലേ പിറ്റേന്ന് രാവിലെ? ഇത് മിറാക്കിൾ അറ്റാക്സ് ഓഫ് ആശാൻ ഇൻ ബീഹാർ. എന്ന് വെച്ചാല് ആശാന്റെ അക്രമം ബീഹാറിൽ തുടങ്ങിയിരിക്കുന്നു. ആശാനെ ഇത് പൊളിച്ചു. ഈ എപ്പിസോഡ് കലക്കും. എന്റെ പ്രകാശ നിനക്ക് വട്ടുണ്ട് എന്ത്? ഈ എപ്പിസോഡ് ഒന്ന് യൂട്യൂബിൽ വൈറലാവൂലേ? പിന്നെ ആശാന്റെ ഗംഭീര കളരിക്കഥയില്ലേ, അതൊക്കെ ചാമ്പാശാനെ. വടകര നിന്നും ഒരു മയിൽ വന്നിരുന്നു. മയില ആശാന്റെ. ആണ് മയിലോ പെണ്ണു മയിലോ? എടോ കമ്പ്യൂട്ടറിൽ വരുന്ന കത്തില്ലേ, എന്റെ ആശാനെ ഇമെയില്. അങ്കമയിൽ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഞായറാഴ്ച 12:30 വടകര നാരായണ നഗരത്തിൽ അംഗം. ഈ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പോയി പങ്കെടുക്കണം. അപ്പൊ ഈ തറവാട്ടിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പോയിട്ട് അംഗം വിട്ടിയാൽ മതി. ആശാനെ വെട്ടി തീരുമാനിക്കൂ. ഇടത് മാറി, വലത് മാറി, ഞെരിഞ്ഞമർന്ന് ഇടതുപക്ഷം മാറി, വലതുപക്ഷത്തേക്ക് മാറി, MLA മാറ മാറ്റി, റിസോർട്ടിലാക്കി, കള്ളപ്പണം പിടിച്ച്, ഇലക്ട്രോ ബോണ്ട് വാങ്ങി. കള്ളപ്പണം പിടിക്കേ? ഇതൊക്കെ ഏർത്തടവാണ് ആശാനെ. എടോ ഞാനൊരു ന്യൂസ് വായിച്ചല്ലേ, ഇതൊക്കെയല്ലേ ഇപ്പൊ ഇന്ത്യയിലെ അടവുകള്. പുതിയ മെസ്സേജ് വന്നു കമന്റ് ബോക്സില്. ഓനൊന്ന് വായിച്ചോട്ടെ ചങ്ങായി. വൃത്തികെട്ടവന്മാരെ. യുണൈറ്റഡ് കിങ്ഡത്തിന് മറ്റേ പോൾസൺ ആണോ? കിങ്ഡത്തിന് പോൾസൺ അല്ല, ഇത് വടക്കാഞ്ചേരി പൂരത്തിന് കഴിഞ്ഞില്ല നമ്മൾ പോയിട്ട് അടി ഉണ്ടാക്കിയില്ലേ? ആ 4 ഗുണ്ടകൾ നമ്മളോട് ചോദിക്കാൻ വരുന്നു, ഇവിടെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആശാന്റെ പൊക്കിളിന് സ്പാൻഡർ ഇട്ട് തിരിച്ച ടീം. ആ ടീം ഉണ്ടി. ഈ പൂമുഖം പണി കടന്ന് അങ്ങനെ ഏതെങ്കിലും വില്ലന്മാർ വരികയാണെങ്കിൽ അവരോട് പറഞ്ഞേക്ക്, എന്റെ രോമത്തിൽ തൊടുകയാണെങ്കിൽ ആദ്യം വാസു മരിച്ചു വീഴണമെന്ന്. ഈ തറവാട്ടിലെ ഉപ്പും ചോറാണ് വാസുവിന്റെ തടി. അതിന്റെ പ്രഷറാ. പേര് വായിക്കും പ്രകാശ. കമ്പിപ്പാര വിക്രമൻ, ചുരുളി പരമു, ചൂളിക്കാട്ടിൽ ഹംസ. ആശാനെ, വാസു ദിവംഗതനായി. ഈ ചിറകടിയും തല്ലികളിയും എല്ലാം കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ വലിയ ആയുസില്ലെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ ആശാനെ? ഈ പൂമുഖപ്പടി കടന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് നീ ഇത് കൊടുത്തേക്ക്. തൊടുക പിടിക്കുക എന്ത് വേണേ ചെയ്തോ. ഇതെന്താ? എന്റെ രോമം. ഇയാമ്പാറ്റയ്ക്ക് ഒരു നല്ല കൈഡി കൊടുക്കാം. ഇയാമ്പാറ്റയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ചേച്ചിയൊക്കെ കൊടൂര ചിരിയായിരുന്നു. 6-2 മതിയായ മനുഷ്യൻ നിന്നിട്ട് ഇയാമ്പാറ്റ. അസീസിക്ക നന്നായിരുന്നു. നിങ്ങളുടെ ഈ കോമഡി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഗിനീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്റ്റാൻഡപ്പിനും പിന്നെ നമ്മുടെ പൊളിറ്റിക്സ് പരമായിട്ടുള്ള സ്കിറ്റുകൾ എഴുതാനും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗിനീഷിൻ്റെയൊക്കെ കൗണ്ടർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ LLB പാസ്സാവണം. നീയൊക്കെ അമേരിക്കയിൽ പോയി പരിപാടി കളിച്ചുണ്ടല്ലോ, ഭയങ്കര ഹിറ്റാണ്. ക്ലാസ്സിന് ഇഷ്ടപ്പെടില്ല. ഞാൻ ലോ ക്ലാസ്. പിന്നെ ആ കോട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടാ. ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ, ഈ എന്നും പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ന്യൂസുകൾ കേൾക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കൗണ്ടറുകളാണ് ഗിനീഷിന്റെ എഴുത്തെന്ന് പറഞ്ഞാൽ. പക്ഷേ ഭയങ്കര രസമായിരുന്നു. മുകേഷേ, 12 വയസ്സുള്ള കുട്ടികൾ എടുത്ത് കാണിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് വന്ന് കാണിക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ എന്നാലും രഞ്ജു ഈ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോയി. പിന്നെ അറുത്തുമുറിച്ച് പറയാനൊന്നുമില്ല, നിങ്ങൾ സ്കിറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തുടക്ക ഭാഗങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ആ സോങ്ങൊക്കെ ഇട്ട് പഞ്ച് ചെയ്തിട്ട് അത് നല്ല രസത്തിലാണ് വന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റി. ഗറില്ല യുദ്ധം ആ ഭാഗം തൊട്ടാണ് സംഭവത്തിന് ഒരു ചെറിയ ഇഴച്ചിൽ ഫീൽ ചെയ്തത്. സത്യമല്ലേ അത്? നന്നായിരുന്നു. ഇനിയും ശ്രമിച്ചാൽ ഇതിലും നന്നാക്കാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമ്മളിവിടെ ചിരിക്കാത്ത സമയത്ത് പോലും നമ്മുടെ ഓഡിയൻസ് കൈ അടിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കോമഡിക്ക്. അതെനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയ മുകേഷിന്റെ കാര്യത്തിലാണ്. ഞങ്ങളുടെ ആൾക്കാരാ, എന്റെ ആളാട്ടോ. എനിക്ക് തോന്നുന്നു ഗിനീഷിന്റെ മീറ്ററിലല്ല ബാക്കി 2 പേരും കളിച്ചതെന്ന് എനിക്ക് തോന്നി. അത് ഒരാൾ കൂടിയാലും ഒരാൾ കുറഞ്ഞാലും ഒക്കെ അതിന്റെ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ആസ് സച്ച് കുറേ നല്ല രസമുള്ള കൗണ്ടർ, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ രസമുള്ള കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരായിരുന്നു. താങ്ക് യു. ആദ്യം മാർക്ക് കൊടുക്കുന്നത് അസിസിക്കാണ്. എത്ര മാർക്ക്? നിങ്ങൾക്കൊരു 8 മാർക്ക് ഞാൻ തരും. 8000 രൂപ. തുടക്കം നല്ല തുടക്കം കേട്ടോ. അസീർക്ക, ഞാനൊരു 7000 രൂപ തരുന്നു. ഓക്കെ, 15000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി ചേട്ടൻ സാധനം അയച്ച് ദുബായിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത സാധനം അതെ ടോട്ടൽ എത്ര എമൗണ്ട് ആണെന്ന് നോക്കാം. ഓക്കെ,
ഹാപ്പി അല്ലേ? ആദ്യത്തെ സ്കിറ്റ് എന്നുള്ള രീതിക്ക് ഉഗ്രം അതെ. എമൗണ്ട് കേട്ടോ, നല്ല എമൗണ്ടാ. നല്ല amount. 30,000 ഒരു നല്ല എമൗണ്ട് ആണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ.